മണിപ്പൂർ കലാപത്തിന്റെ സൂത്രധാരൻ പിടിയിലായ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിനായി NIA സംഘം കേരളത്തിലെത്തും. പ്രതി ഒളിച്ചു താമസിച്ച് ജോലി ചെയ്ത ഹോട്ടലിലെ തന്നെ ജോലി ചെയ്യുന്ന ചിലർക്ക് നിരോധിത സംഘടനയുമായി ബന്ധമുണ്ടെന്ന സൂചനയുടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കർമ്മ ന്യൂസിന് ലഭിച്ചു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മണിപ്പൂർ കലാപത്തിന്റെ സൂത്രധാരനെ പിടികൂടിയ വാർത്തകളടക്കം കർമ്മ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ കിട്ടിയ എക്സ്ക്ലൂസീവ് വിവരങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഹോട്ടൽ ഉടമ, അവിടുത്തെ മറ്റു ജോലിക്കാർ എല്ലാവരിൽ നിന്നും മൊഴിയെടുക്കും. അറസ്റ്റിലായ പ്രതി രാജ്കുമാർ മൈപാക് സംഘി ജോലി ചെയ്ത തലശ്ശേരി AVK നായർ റോഡിലെ ററാവിസ് ഹോട്ടലിലെ മറ്റ് ജീവനക്കാർ നിരോധിത സംഘടനയിലെ അംഗങ്ങൾ തന്നെയാണെന്നുള്ള സംശയം വർദ്ധിക്കുകയാണ്. ഇവരാണോ പ്രതിക്ക് ഒളിച്ചു താമസിക്കാൻ ഇടം കണ്ടെത്തി കൊടുത്തതെന്നടക്കം അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3-ാം തീയതിയാണ് തലശ്ശേരിയിലെത്തിയ പ്രതി നഗരമധ്യത്തിലെ ററാവിസ് ഹോട്ടലിൽ ജോലിക്കായി കയറുന്നത്. ഇതിനുശേഷം തൊട്ടടുത്ത വീട്ടിൽ തന്നെ വാടകയ്ക്ക് താമസവും ആരംഭിച്ചു. ററാവിസിലെ മുതലാളിമാർക്ക് പോലീസിലെ ചിലരുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞതോടെയാണ് NIA സംഘം രഹസ്യമായി തന്നെ പ്രതിയെ പിടികൂടി ഡൽഹിയിലേക്ക് കൊണ്ടുപോയതും. ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ തന്നെ ഹോട്ടൽ ശൃംഖല ററാവിസിനുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മണിപ്പൂർ കലാപത്തിന് 2 വർഷം പൂർത്തിയാകുമ്പോൾ കലാപത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളെ ദേശീയ അന്വേഷണ ഏജൻസി തലശ്ശേരിയിൽ നിന്നും പിടികൂടുന്നത്. മണിപ്പൂർ ഇംഫാൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രാജ്കുമാർ മൈപാക് സംഘിയെയാണ് ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് ഇയാൾ കേരളത്തിലേക്ക് എത്തുന്നത്. വിവിധ ജില്ലയിൽ സഞ്ചരിച്ചതിനു ശേഷമാണ് തലശ്ശേരിയിലേക്ക് എത്തിയതും. തലശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് അറസ്റ്റ് ചെയ്തത്. 10 ദിവസത്തിലധികമായി തന്നെ NIA സംഘം തലശ്ശേരിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. കേരള പോലീസിനെ അറിയിക്കാതെയായിരുന്നു രഹസ്യ നീക്കം നടത്തിയതും. അതിനിടയിൽ കേരളത്തിലെത്തുന്നത് ഭൂരിഭാഗവും ബംഗ്ലാദേശി പൗരന്മാരാണ് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ബംഗ്ലാദേശ് അതിർത്തി വഴി പശ്ചിമ ബംഗാളിലെത്തുന്ന ഇവർ വ്യാജ ആധാർ കാർഡ് സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആധാർ കാണിക്കും, തുടർന്നുകൊണ്ട് ആൾക്കാർക്കിടയിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുകയും തുടർന്ന് അതിനെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി തന്നെ തൊഴിലുടമ ഇവരെ ജോലിക്കെടുക്കും. അതിനിടയിൽ ഈ രീതിയിൽ സുഹൃത്തുക്കളെയും ഇവർ എത്തിക്കും. കൊടും ക്രൂരതകൾ നടത്തിയവർ വരെ ഇപ്പോഴും കേരളത്തിൽ എത്തിയതായാണ് വിവരങ്ങൾ ലഭ്യമാകുന്നതും. ഇതിലൂടെ വിരൽ ചൂണ്ടുന്നത് ക്രിമിനലുകൾക്ക് വിഹരിക്കാൻ കഴിയുന്ന മണ്ണായി മാറുകയാണ് കേരളം എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. ഇക്കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് പെരുമ്പാവൂരിൽ നിന്നും അനധികൃതമായി നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടുന്നതും. ഇവർ വ്യാജ ആധാർ കാർഡുകളും മറ്റും രേഖകൾ തയ്യാറാക്കി കേരളത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും മറ്റും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യും. ഇതിൽ ഭൂരിഭാഗവും കൊടും ക്രിമിനലുകളാണെന്നാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നതും. മാത്രമല്ല, കേരളത്തിലെത്തുന്നവർ വ്യാജ രേഖകൾ നിർമ്മിക്കുവാനും വിരുദ്ധന്മാരാണ്. ഇത്തരത്തിൽ 2 ബംഗ്ലാദേശി യുവാക്കളെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ മണിപ്പൂർ കലാപത്തിന്റെ സൂത്രധാരനും ഇത്തരത്തിൽ സുരക്ഷിത ഇടമായി കേരളം തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായിരിക്കുന്നതും. അതേസമയം മണിപ്പൂർ കലാപത്തിന് 2 വർഷം പൂർത്തിയാകുമ്പോഴാണ് സൂത്രധാരനെ പിടികൂടിയിരിക്കുന്നതും. മേത്തികളെ പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഇതിനെതിരെ 2023 മെയ് 3-ന് ചുരാചന്ദ്പൂരിൽ നടന്ന ട്രൈബൽ സോളിഡാരിറ്റി മാർച്ചോടെയാണ് കലാപം ആരംഭിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് രാജ്യം കണ്ടത് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയായിരുന്നു. സ്ത്രീകളും കുട്ടികളും കൊല ചെയ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടേതടക്കം വീടുകൾ അഗ്നിക്കിരയായി. വാഹനങ്ങൾ കത്തിച്ചു. ജനങ്ങൾ പല നാടുകളിലേക്കും പലായനം ചെയ്യപ്പെട്ടു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 250-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ 60,000 പേർ പലായനം ചെയ്തു. കലാപം ആരംഭിച്ച് 2 വർഷം പിന്നിടുമ്പോഴും മണിപ്പൂരിൽ ഇതുവരെയും സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. രാജിവെക്കില്ല എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി വ്യക്തമാക്കിയെങ്കിൽ പോലും സ്വന്തം പാർട്ടിയിൽ നിന്നും എതിർപ്പ് വന്നതോടുകൂടി തന്നെ ഒടുവിൽ രാജിവെച്ചൊഴിയുകയാണ് ചെയ്തത്. പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിൽ പോലും പരാജയപ്പെടുകയായിരുന്നു. പിന്നാലെ തന്നെ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. അതേസമയം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ. ഏകദേശം ജനസംഖ്യ 34 ലക്ഷം വരും. അതിൽ മേത്തി, കുക്കി, നാഗ എന്നീ വംശത്തിൽപ്പെട്ടവരാണ് ബഹുഭൂരിപക്ഷം മണിപ്പൂരികൾ. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മേത്തികളാണ് പ്രബലർ എന്ന് പറയുന്നത്. അവർ മൊത്തം ജനസംഖ്യയുടെ 53% വരുന്നു. സംസ്ഥാന വിസ്തൃതിയുടെ 10% ഉൾക്കൊള്ളുന്നതായും മണിപ്പൂരിന്റെ തലസ്ഥാനവുമായ ഇംഫാലിലെ താഴ്വരയിലാണ് മേത്തികൾ വസിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.